അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാലിനിയാണ് വിഷ്ണുവിനോട് വഴക്കിട്ടിട്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങി ഓടുകയാണ്. നേരെ പോകുന്നത് നമ്മുടെ ശ്യാമയെ കാണാനാണ്. ശ്യാമയുടെ അടുത്തേക്കാണ് ഓട്ടോയിൽ. അങ്ങനെ പുറകെ വിഷ്ണുവും പോകുന്നു. വിഷ്ണു അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ശ്യാമയ്ക്ക് വെടിയേറ്റ് കാര്യമൊക്കെ. രോഹിത് പറയുന്നത് കേൾക്കുന്നു. അങ്ങനെ നമ്മുടെ ശാലിനി പോയി ശ്യാമയെ കാണുന്നു. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു. കുഴപ്പമില്ല എന്ന് അവർ പറയുന്നു. നേരെ നമ്മുടെ ശാലിനി പുറത്തേക്ക് ഇറങ്ങുമ്പം വിഷ്ണു കാറിലേക്ക് വിളിക്കുക. അപ്പം ശാലിനി ദേഷ്യപ്പെട്ടിട്ട് ആ കീ മേടിച്ചിട്ട് വണ്ടി എടുത്ത് ഒട്ടൊക്കെ അങ്ങ് പോവുകയാണ്. പോകുന്നത് വേറെ അടുത്തെടുക്കുമല്ല, സുസ്മിതയുടെ അടുത്തേക്ക്. അങ്ങനെ സുസ്മിതയുടെ അടുത്ത് എന്നിട്ട് നല്ലത് കൊടുക്കുകയാണ്. കഴുത്തിന് കുത്തിപ്പിടിച്ച് താഴേക്ക് ഇടുന്നു. ആ സമയത്ത് നമ്മുടെ ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്രബോസിനോട് പറയും, നിങ്ങളുടെ കളി ഇനി നിർത്തിക്കോ, ഇനി കൂടുതൽ കളിച്ചാൽ നിങ്ങളെല്ലാം ഞാൻ അകത്തിടും, ഇത് വിഷ്ണു ശാലിനിയെ പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ സുസ്മിതയുടെ ഭർത്താവ് മുകളിലിരുന്നെല്ലാം കേൾക്കുന്നുമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് സുസ്മിത എന്നിട്ട് ഉപേന്ദ്രനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പുറത്തിറങ്ങേണ്ട, നിങ്ങളെ അന്വേഷിച്ചിട്ട് പോലീസ് വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടൊക്കെ എന്ന് പറയുന്നു. പക്ഷെ ഉപേന്ദ്രനാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ അടുത്ത പണി ഉണ്ടാക്കുകയാണ്. ഉപേന്ദ്രനാണെങ്കിൽ നമ്മുടെ രോഹിത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ട ഇറക്കുകയാണ്. അങ്ങനെ അയാൾ ബോംബെയിൽ നിന്നങ്ങാണ്ട് വരുന്നു. വന്നിട്ട് കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ പറയുന്ന അഡ്വാൻസ് ഇട്ടേക്ക്, ബാക്കി കാര്യം കഴിയുമ്പോൾ അപ്പം എൻ്റെ പേരൊന്നും വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നില്ല, ചെയ്ത ജോലി ഞാൻ ഭംഗിയായി തീർത്തിട്ട് തിരിച്ചു വരും, ഫോൺ വിളിയൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ കൊല്ലാൻ വേണ്ടി ഈ ഗുണ്ട ഇറങ്ങുകയാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാലിനി ഇപ്പോഴും പിണക്കത്തിലാണല്ലോ. അങ്ങനെ കാറിൽ കയറാൻ നേരത്തെ ശാലിനി വിഷ്ണു വിചാരിക്കും ശാലിനി മിണ്ടത്തില്ല എന്ന്. അങ്ങനെ ശാലിനി പിന്നീട് അവരുടെ പിണക്കമൊക്കെ മാറി സന്തോഷത്തോടു കൂടി വണ്ടിയിൽ കയറുകയാണ്. വണ്ടിയിൽ കയറുമ്പോഴത്തേന് ഈ സമയത്ത് നമ്മുടെ കമലം പോയി വാടക വീടൊക്കെ നോക്കുവാണ്. എന്നിട്ട് പറയാം ഒന്ന് തുറക്കാൻ പറയാം. ആ സമയത്ത് ശാലിനിയും വിഷ്ണു അവിടെ വരികയാണ്. അങ്ങനെ അവർക്ക് ആ വീട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ വീട് അവർ വാടകയ്ക്ക് എടുക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ നൂറാണെങ്കിൽ സത്യഭാമയെ വിളിച്ചിട്ട് പറയുന്നു, അച്ഛന് തീരെ സുഖമില്ല, അച്ഛൻ സംസാരിക്കുന്നില്ല എന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പം സത്യഭാമ പറയും ഇവിടെ ആരും ഇല്ല. പക്ഷെ അവരങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അബൂബക്കർ മരിക്കുമെന്നറിയില്ല, എങ്കിലും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.